വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ട് ആയിരിക്കാന്ന് പറഞ്ഞു. ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണ് ഞാനിപ്പോ പറയുന്നത്. അനുമോളുടെ നീ പൈസ വാങ്ങിയിട്ട് PR ചെയ്തത്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? ആര് പറഞ്ഞു? പബ്ലിക്കിൽ അല്ല, പണം കൊടുത്തതിന് അതിന് സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും തെളിവുണ്ടാവല്ലോ. പണം തന്നതിനൊരു തെളിവുണ്ടാവല്ലോ. ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ. എടാ ഞാൻ ലോജിക്കലായിട്ട് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ലോജിക്കലായിട്ട് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയാടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ. നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയാടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോൾ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പോടാ നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ? നിന്നെ എടാന്ന് വിളിക്കോടാ. നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണം? പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താ ആ കാര്യം തന്നെ സംസാരിച്ചത്? എന്താ കേട്ടില്ല ഒന്നുകൂടി. വിഷയം ഞാൻ ആദ്യം കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ്. ആണോ? എടാ പോടാന്ന് എപ്പോഴാണ് വിളിച്ചത്? ആദ്യം ഞാൻ കാര്യം ചോദിച്ചത്. മാരാറെ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ആര്? വിനു ചിലപ്പോൾ നിന്റെ ഫ്രണ്ട് ആയിരിക്കാം. വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അതിന്റെ തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊടുക്കും? ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ളതല്ല. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ 3 കാരണങ്ങൾ ഉണ്ടാകാം. ഇതാണ് എന്റെ വീഡിയോയിൽ പറഞ്ഞത്. അത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി പറ. അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ 3 കാരണങ്ങളല്ലാതെ മറ്റൊരു കാരണം നിനക്കുണ്ടെങ്കിൽ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും, പൈസ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ട്. ജിൻഡോയുടെ PR കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ PR എന്ന് പറഞ്ഞാൽ നീ എന്താ ഉരുളെന്ന് ആകില്ല? നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഉരുളെന്ന്? കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്? അതിന്റെ ഒരു കോൾ റെക്കോർഡ് എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ? അതിന്റെ ഒരു കോൾ റെക്കോർഡ് ഒന്ന് കേൾപ്പിച്ചാൽ നീ ഇപ്പൊ വിനുനൊന്ന് ആഡ് ചെയ്ത് നീ വിളിയടാ. നീയല്ലേ തെളിവ് നടത്തുന്ന ആൾ, നീയല്ലേ തെളിയിക്കേണ്ട ആള്. എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത്? ഞാനാണ് ആരോപിക്കുന്നത്. എന്താ എന്റെ കൂട്ടുകാരന്മാരെ ഇതല്ല നീ വിഷയത്തിന് തെറ്റുന്നാക്കില്ലേ? നീ എന്താ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം? നീ എപ്പോഴാണ് നീ ഇങ്ങനെ ആയത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെയാണോ അഖിലെ വിഷയം?